പ്രോഗ്രഷനിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ അരിതമെറ്റിക് പ്രോഗ്രഷന് നമുക്ക് AP എന്നുകൂടി പറയാം അല്ലേ? AP. ഓക്കെ, സമാന്തര ശ്രേണി. അപ്പോൾ സമാന്തര ശ്രേണി എന്താണ്, അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഇതൊക്കെ ഒരു അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് ഞാൻ പറയും. കാരണം ഇതെല്ലാം ഒരു നിശ്ചിത നമ്പർ അകലത്തിലാണ് ഓരോരോ നമ്പറുകളും നിൽക്കുന്നത് അല്ലേ? ഈ 2നോട് 2 കൂട്ടുമ്പോഴാണ് 4 കിട്ടുന്നത്, 4നോട് വീണ്ടും 2 കൂട്ടുമ്പോഴാണ് 6 കിട്ടുന്നത്, 6നോട് വീണ്ടും 2 കൂട്ടുമ്പോഴാണ് 8 കിട്ടുന്നത്. അപ്പൊ അടുത്ത നമ്പർ എന്തായിരിക്കും? അടുത്ത നമ്പർ 10 ആയിരിക്കും അല്ലേ? അതുപോലെ ഇത് എത്രയാണ് അകലം? 10 ആണ് അകലം അല്ലേ? 10 വെച്ചിട്ട് കൂട്ടുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പൊ അടുത്ത പദം എന്തായിരിക്കും? അടുത്ത നമ്പർ എന്തായിരിക്കും? 50 ആയിരിക്കും. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ എത്രയാ അകലം? 30 ആണ് അകലം അല്ലേ? 30. അപ്പൊ അടുത്തത് എന്തായിരിക്കും? 110 ആയിരിക്കും അല്ലേ? അപ്പൊ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇങ്ങനെയുള്ള ശ്രേണി, ഇങ്ങനെയുള്ള സീക്വൻസുകളെ, ഇങ്ങനെയുള്ള നമ്പർ സീക്വൻസുകളെ, സംഖ്യാ ശ്രേണികളെയാണ് നമ്മൾ അരിതമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിതമെറ്റിക് പ്രോഗ്രഷൻ, സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവർ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 2 ആണ് അല്ലേ? ഈ നമ്പറുകൾ തമ്മിലുള്ള അകലം 10 ആണ്. ഈ നമ്പറുകൾ തമ്മിലുള്ള അകലം 30 ആണ്. അപ്പൊ ഈ അകലം, അടുത്തടുത്ത് കിടക്കുന്ന സംഖ്യകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? പൊതു വ്യത്യാസം, കോമൺ ഡിഫറൻസ് എന്ന് പറയാം അല്ലെ? കോമൺ ഡിഫറൻസ്. ഈ 2ന്ന് 4ക്ക്, അതായത് 4ന്ന് 2 കുറച്ച് എത്ര? 2. 6ന്ന് 4 കുറച്ച് എത്ര? 2. 8ന്ന് 2 കുറച്ച് 8ന്ന് 6 കുറച്ച് എത്ര? 2 അല്ലെ? അപ്പോ എന്തായാലും ഈ വ്യത്യാസങ്ങൾ അല്ലെ, വ്യത്യാസങ്ങൾ പൊതുവാണ്, കോമൺ ആണ് ഈ ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവയെ കോമൺ ഡിഫറൻസ് എന്ന് പറയാം. കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം. ഓക്കെ, പൊതു വ്യത്യാസം, കോമൺ ഡിഫറൻസ് നമ്മൾ സ്മോൾ ലെറ്റർ D ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ ഞാൻ ഇനി വേറൊരു AP തരാം. ഞാൻ വേറൊരു AP തരാൻ പോവാണ്. ഇതിന്റെ പൊതുവ്യത്യാസം എത്രയാ? പൊതുവ്യത്യാസം കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ നമ്പറിൽ ഇത് കുറയ്ക്കുക അല്ലെ? 12 - 4, 20 - 12, 28 - 20. ഇത് 3 ചെയ്യണോന്നുള്ള സംശയം നിങ്ങൾക്ക് ചിലപ്പോ വരും അല്ലെ? 3 ചെയ്യണം. 3 ചെയ്തിട്ട് 3 തുല്യമാണെങ്കിൽ നമുക്കത് കോമൺ ആണ് അല്ലെങ്കിൽ ഒരേപോലെയാണ്, പൊതുവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. 12ന്ന് 4 കുറച്ചാൽ 8, 20ന്ന് 12 കുറച്ചാൽ 8, 28ന്ന് 20 കുറച്ചാലും 8. അപ്പൊ ഈ ഡിഫറൻസ് എന്താണ്? കോമൺ ആണ്, വ്യത്യാസം പൊതുവാണ്. അപ്പൊ പൊതു വ്യത്യാസമാണ് പൊതുവ്യത്യാസം 8. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് പറയാ, ഒരു AP അല്ലെങ്കിൽ സമാന്തര ശ്രേണി നമ്മൾ വിശദീകരിക്കുക. നമ്മൾ സെന്റൻസ് ബൈ സെന്റൻസ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, വാചക രൂപത്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് സമാന്തര ശ്രേണി, അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒരു 3 എക്സാമ്പിൾ എഴുതിക്കും. ഒരു 3 അരിതമെറ്റിക് പ്രോഗ്രഷനും അതിന്റെ കോമൺ ഡിഫറൻസും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു.
ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. പത്ത് 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 എക്സെട്ര ഇതൊരു അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണോ, സമാന്തര ശ്രേണിയാണോ എന്നതാണ് എൻ്റെ ചോദ്യം. അല്ല എന്ന് പല ഉത്തരങ്ങളും വന്നേക്കാം, പക്ഷെ അതൊരു സമാന്തര ശ്രേണിയാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്തുകൊണ്ട് സമാന്തര ശ്രേണി? 10 10 കുറച്ച് എത്ര? 0. 10 10 കുറച്ച് എത്ര? 0. അടുത്തത് എന്തായിരിക്കും? 10 10 കുറച്ച് എത്ര? 0 അല്ലേ? അപ്പൊ വ്യത്യാസം പൊതുവാണ്, പൊതുവ്യത്യാസം 0. ഓക്കെ, എങ്കിൽ ഞാൻ അടുത്തൊരു ചോദ്യം തരാം. 100 99 98 എക്സെട്ര ഇതൊരു സമാന്തര ശ്രേണിയാണോ? ആണ്, ഇതൊരു സമാന്തര ശ്രേണിയാണ്. 99-ൽ നിന്നും 100 കുറച്ചാൽ നമുക്ക് -1 കിട്ടും. 98-ൽ നിന്നും 99 കുറച്ചാൽ -1 കിട്ടും അല്ലേ? അപ്പോ എന്താണ് വ്യത്യാസം? പൊതുവാണ്. അപ്പോ നമുക്ക് പൊതുവ്യത്യാസം d -1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? കോമൺ ഡിഫറൻസ് d എന്നത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അതും അല്ലെങ്കിൽ 0യും ആവാം. അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്താണ് AP എന്നുള്ളതും എന്താണ് പൊതുവ്യത്യാസം എന്നുള്ളതും. ഇനി ഈ APയും പൊതുവ്യത്യാസവും കൂടി നമ്മൾ ബന്ധിപ്പിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ശ്രേണി AP ആയിരിക്കും. കോമൺ ഡിഫറൻസ് ഇല്ലെങ്കിലോ ആ ഒരു ശ്രേണി AP ആയിരിക്കില്ല, അല്ലെങ്കിൽ സമാന്തര ശ്രേണി ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ടേംസ് പഠിക്കാൻ ഞാൻ ഇതിൽ തന്നെ പറയാം. ഈ ഒരു ശ്രേണി നമുക്ക് കണക്കിലെടുക്കാം. ഓക്കെ, ഈ ഒരു ശ്രേണി നമുക്ക് കണക്കിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഈ ഓരോ നമ്പറുകൾ കണ്ടില്ലേ, അതിനെ നമ്പർ സംഖ്യ എന്നല്ല നമ്മൾ പറയുക, നമ്മൾ ടേംസ് എന്നാണ് പറയുക. ടേംസ്, പദങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ടേംസ് അല്ലെങ്കിൽ പദങ്ങൾ എന്നാണ് നമ്മൾ അതിന് പറയുക. ഇത് ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം, അഞ്ചാം പദം, അങ്ങനെ. ഓക്കെ, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, 10ാമത്തെ ടേം ആണെങ്കിൽ 10th ടേം, 20ാമത്തെ പദമാണെങ്കിൽ 20ാമത്തെ നമ്പർ ആണെന്നുണ്ടെങ്കിൽ 20th ടേം, 20ാം പദം, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക. ഓക്കെ, അതിനി പറഞ്ഞു വരുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള 2 ചോദ്യങ്ങൾ. ഞാനിവിടെ 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് 2-3 ഹോംവർക്ക് തരും. നിങ്ങളത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ ചെയ്തു വയ്ക്കുക. ഓക്കെ, പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ ഉത്തരം എങ്ങനെ ചെയ്യേണ്ടതെന്ന് ചെയ്തു കാണിക്കാം. ഓക്കെ, അപ്പോൾ മലയാളം മീഡിയംകാർക്ക് ഞാൻ ഇതിൻ്റെ മലയാളം ഒന്ന് പറഞ്ഞു തരാം. ചെക്ക് വെദർ 2, 8, 14 ഈസ് ആൻ AP. 2, 8, 14 എക്സെട്ര എന്ന ശ്രേണി സമാന്തര ശ്രേണിയാണോ എന്ന് തെളിയിക്കുക. ഓക്കെ, പറയുന്നത് കേട്ടിട്ട് ചോദ്യം എഴുതുക. അതിനുശേഷം നമുക്ക് ഉത്തരം പറയാം. എന്താണ് ചോദ്യം? 2, 8, 14 എന്നുള്ളൊരു ശ്രേണി നമുക്ക് തന്നിട്ടുണ്ട്. അതൊരു അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണോ അല്ലെങ്കിൽ AP ആണോ എന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് നമുക്ക് വെരിഫൈ ചെയ്യാം അല്ലേ? നമുക്ക് തന്നിരിക്കുന്ന ശ്രേണി 2, 8, 14 എക്സെട്ര. ഓക്കെ, ഇത് AP ആവണമെങ്കിൽ, സമാന്തര ശ്രേണി ആവണമെങ്കിൽ അതിന് എന്തുണ്ടാവണം? പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് ഉണ്ടാവണം അല്ലേ? കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കിയാൽ പോരെ. രണ്ടാമത്തെ ടേമിൽ നിന്ന് ആദ്യത്തെ ടേം കുറയ്ക്കണം, മൂന്നാമത്തെ ടേമിൽ നിന്ന്
മൂന്നാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേമും കുറയ്ക്കണം. ഇത് രണ്ടും ഒരേ ഉത്തരം നമുക്ക് കിട്ടുന്ന അതിനൊരു പൊതു വ്യത്യാസമുണ്ട്. പൊതു വ്യത്യാസം ഉണ്ടെങ്കിൽ അതെന്താണ്? ആ ശ്രേണിയുടെ സമാന്തര ശ്രേണി ആയിരിക്കും, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഇത് എഴുതാം അല്ലെ. 8 2 കുറച്ചാൽ 6, 14 8 കുറച്ചാലും 6 ആണല്ലോ. അപ്പോ D സമം 6 എന്ന് കിട്ടി. അതായത് 2 8 14 എക്സെട്ര എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയാണ്. 2 8 14 എക്സെട്ര ഒരു സമാന്തര ശ്രേണിയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ എന്താ? ഇവിടെ 7 18 29 എന്നത് ഒരു AP ആണോ സമാന്തര ശ്രേണിയാണോ എന്ന് നോക്കല്ല വേണ്ടത്. സമാന്തര ശ്രേണിയാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് തെളിയിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ മലയാളത്തിൽ ചോദ്യം പറയാം. 7 18 29 എക്സെട്ര എന്ന ശ്രേണി സമാന്തര ശ്രേണിയാണെന്ന് തെളിയിക്കുക. ഓക്കെ, ഇതേ സെയിം മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ ശ്രേണി ഒന്നും കൂടി എടുത്ത് എഴുതുക. 7 18 29 എക്സെട്ര നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ടേമിൽ നിന്നും ഒന്നാമത്തെ ടേം കുറയ്ക്കണം, മൂന്നാമത്തെ ടേമിൽ നിന്നും രണ്ടാമത്തെ ടേമും കുറയ്ക്കണം അല്ലേ. ഓക്കെ, അപ്പൊ എന്ത് നമുക്ക് കിട്ടും? 18 7 കുറച്ചാൽ നമുക്ക് 11 കിട്ടും അല്ലെ. 29 18 കുറച്ചാലും നമുക്ക് 11 കിട്ടും. അപ്പൊ ഒരു പൊതു വ്യത്യാസമായില്ലേ? അപ്പൊ ഇതിന് ഒരു പൊതു വ്യത്യാസമുണ്ട്. അതായത് 7 18 29 എന്നത് ഒരു സമാന്തര ശ്രേണിയാണ്. എന്നിട്ട് അവസാനം എന്ത് എഴുതാം? ഈ വിധം തെളിയിച്ചു. hence the proof. ഓക്കെ, ഈ വിധം തെളിയിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക്, അതായത് തെളിയിക്കാൻ പറഞ്ഞിട്ട് പ്രൂവ് ദാറ്റ്, തെളിയിക്കുക എന്ന് പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ അവസാനം എന്ത് എഴുതണം? ഈ വിധം തെളിയിച്ചു. ഓക്കെ, hence the proof എന്ന് എഴുതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇതുപോലത്തെ 2 ഹോംവർക്ക് തന്നാൽ നിങ്ങൾ ചെയ്യില്ലേ? നിങ്ങളെല്ലാവരും ചെയ്യണം നോട്ട് ബുക്കിൽ. എന്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമിൽ ഇത് നന്നായിട്ട് ഉപകരിക്കുള്ളൂ കേട്ടോ. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ജനറൽ ഫോം ഓഫ് ആൻ AP, അതായത് ഒരു സമാന്തര ശ്രേണിയുടെ പൊതുരൂപം. ഓക്കെ, അപ്പോൾ പൊതുരൂപം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇതാവുന്ന പറയാം നമുക്ക്. അതായത് ഇതെല്ലാം ഞാൻ എഴുതാൻ പോകുന്നതല്ല പൊതുരൂപം. നമുക്ക് നമ്മുടെ AP ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒന്നാം പദത്തിന് x1, രണ്ടാം പദത്തിന് x2, മൂന്നാം പദത്തിന് x3, നാലാം പദത്തിന് x4, അങ്ങനെയാണ് നമ്മൾ പേരിടുന്നത്. 10ാം പദത്തിന് x10, 15ാം പദത്തിന് x15 അല്ലേ. ഇങ്ങനെ x എന്ന് എഴുതാം, നമ്പർ താഴെ എഴുതണം. ഇത് 100ാമത്തെ പദം, 15ാമത്തെ പദം, 20ാമത്തെ പദം. അപ്പൊ n-ാമത്തെ പദം എന്തായിരിക്കും? xn ആയിരിക്കും അല്ലെ. n-ാമത്തെ പറഞ്ഞാൽ എന്തു ആവാം? 900 ആയിട്ടുണ്ട് വെച്ചാൽ അങ്ങനെ ഒരു നമ്പർ നമുക്ക് പറയാൻ അറിയില്ല അല്ലെ. അപ്പൊ അതാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ n-ാമത്തെ പദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, xn എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ പേരിട്ടു. ഇനി ഞാൻ ഇതിന്റെ ചോടെ ഒരു AP എഴുതുകയാണ്. 3 6 9 12 അങ്ങനെ എഴുതാണ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്താണ്?
3 അല്ലേ? 3 3 6, 6 3 9, 9 3 12. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിലും എന്ത് എഴുതണം? ഡി 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 എന്ന് എഴുതണം അല്ലേ? x1 = 3, x2 എന്ന് പറഞ്ഞാൽ 6, x3 എന്ന് പറഞ്ഞാൽ 9, x4 എന്ന് പറഞ്ഞാൽ 12. അതിലൊക്കെ ഡി എന്താണ്? 3 ആണല്ലോ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് ആണ് ജനറൽ ഫോം ഓഫ് ആൻ AP. ഓക്കെ, ജനറൽ ഫോം ഓഫ് ആൻ AP എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഈ ആദ്യത്തെ ടേമിനെ ഞാൻ എക്സ് ആയിട്ട് എടുത്തു, വെറും എക്സ്. ഓക്കെ, ആദ്യത്തെ ടേമിനെ ഞാൻ വെറും എക്സ് ആയിട്ട് എടുത്തു. അടുത്ത ടേം എന്ന് പറഞ്ഞാൽ ഈ ആദ്യ പദത്തിനോട് ഒരു തവണ നമ്മൾ കോമൺ ഡിഫറൻസ് ഡി കൂട്ടിക്കഴിഞ്ഞാൽ 3 കൂടെ ഈ 3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ പദം കിട്ടില്ലേ? കിട്ടും അല്ലേ? അപ്പൊ ആദ്യത്തെ പദത്തിനോട് ഞാൻ പൊതുവ്യത്യാസം കൂട്ടിയപ്പോൾ എനിക്ക് രണ്ടാമത്തെ പദം കിട്ടി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പദത്തോട് ഞാൻ പൊതുവ്യത്യാസം കൂട്ടിയപ്പോൾ എനിക്ക് രണ്ടാമത്തെ പദം കിട്ടി. രണ്ടാമത്തെ പദത്തോട് വീണ്ടും പൊതുവ്യത്യാസം കൂട്ടിയപ്പോൾ നമുക്ക് മൂന്നാമത്തെ പദം കിട്ടി, തേർഡ് ടേം കിട്ടി അല്ലേ? അപ്പൊ അതായത് ഒന്നാമത്തെ പദത്തിനോട് 2 തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോ നമുക്ക് മൂന്നാമത്തെ പദം കിട്ടി. ഒരു തവണ കൂട്ടി, വീണ്ടും ഒരു തവണയും കൂടി കൂട്ടി, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മൂന്നാമത്തെ പദം കിട്ടും. അപ്പൊ ഇതിങ്ങനെ വെച്ച് നീട്ടിട്ട് എഴുതുന്നത് മോശമല്ലേ? അപ്പൊ ഡി പ്ലസ് ഡി എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? 2D ആയിട്ട് എഴുതാം അല്ലേ? അടുത്ത നമ്പർ എന്തായിരിക്കും? ആദ്യത്തെ പദത്തോട് 3 തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ അങ്ങനെ പോകും അല്ലേ? ആദ്യത്തെ പദത്തില് x + 0d, രണ്ടാമത്തെ പദത്തില് x + 1d, മൂന്നാമത്തെ പദത്തില് തേർഡ് ടേമില് x + 2d, നാലാമത്തെ പദത്തില് x + 3d. അപ്പൊ നമുക്ക് ഇതിന് എന്ത് മനസ്സിലായി? ഇപ്പോ ഇവിടുന്ന് തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഒരു ഡി ആണ് അല്ലെ? ഒരു ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പദത്തിൽ ഒരു ഡി കൂട്ടണം, മൂന്നാമത്തെ പദത്തിൽ 2d കൂട്ടിയാൽ മതി, നാലാമത്തെ പദത്തിൽ 3d കൂട്ടിയാൽ മതി. അപ്പൊ 10ാമത്തെ പദത്തിൽ 9d കൂട്ടിയാൽ പോരെ? അതായത് 10ന്ന് 1 കുറയ്ക്കുക അല്ലെ? 2ന്ന് 1 കുറച്ച അത്ര ഡി, 3ന്ന് 1 കുറച്ച അത്ര ഡി, 4ന്ന് 1 കുറച്ച അത്ര ഡി. ഒന്നാമത്തെ പദത്തോട് ഫസ്റ്റ് ടേമിനോട് കൂട്ടണം അല്ലെ? അപ്പൊ x 15 ആണെങ്കിലോ x + 14d. അപ്പൊ ഇത് CBSEയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇത് ഈ എക്സിന് പകരം a എന്നാണ് കേട്ടോ കൊടുക്കുക. a. ഓക്കെ, എക്സിന് പകരം a എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ x10, എക്സിന്റെ സ്ഥാനത്തൊക്കെ a എന്നുള്ളതാണ് പറഞ്ഞിരിക്കണം. ഓക്കെ, എക്സിന്റെ സ്ഥാനത്ത് മൊത്തം a1 a2 a3 a4 എന്നൊക്കെയാണ് CBSEയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ CBSEക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ x 45 ആണെങ്കിലോ x + 45 1 കുറച്ചാ 44d. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ x 71, x 83, x 74, x 33, x 42. ഇതൊക്കെ നമ്മൾ എങ്ങനെ എഴുതും? 71 1 കുറച്ചാ 70 ആണ് അല്ലേ? അപ്പൊ ഒന്നാമത്തെ പദത്തോട് 70d കൂട്ടണം അല്ലേ? a + 70d എന്നാണ് CBSE. ഓക്കെ, അടുത്തതോ x + 82d, അടുത്തത് x + 73d, അടുത്തത് 33 ആണ്, x + 32d, x + 41d.
ഇങ്ങനെയാണ് എന്ത് വരുന്നത്, ജനറൽ ഫോം വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നാമത്തെ പദം പറയണ്ടേ, nth ടേം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല, നമുക്ക് ആ സ്ഥാനത്ത് ഏതും കൊടുക്കാം. ഓക്കെ, കക്കത്തുള്ളായിരിക്കട്ടെ. ഓക്കെ, അപ്പൊ nth ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ nth ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, എന്നാം പദം എന്ന് നമുക്ക് പറയാം. എന്നാം പദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, xn എഴുതാം അല്ലേ, xn. ഓക്കെ, അപ്പൊ ഈ സ്ഥാനത്ത് 45 ആണെങ്കിൽ ആദ്യ പദത്തോട് അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിനോട് എക്സിനോട് 44d കൂട്ടും. 75 ആണെങ്കിൽ 74d കൂട്ടും അല്ലെ. അതായത് ഇതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക അല്ലെ. അപ്പൊ ആദ്യത്തെ പദത്തോട് എന്നിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക, അത്ര d. ഓക്കെ, ഇത് CBSE കാരുടെ കേസിലാണെങ്കിലോ an is equal to a plus n minus 1 into d. അങ്ങനെയാണ് പൊതുപദം വരിക. ഓക്കെ, ജനറൽ ഫോം ഓഫ് ആൻ AP. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ x plus n minus 1 into d. ഇതിൽ x എന്ന് പറയുന്നത് എന്താണ്, ആദ്യ പദമാണ്. d എന്ന് പറയുന്നത് പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് ആണ്. n എന്ന് പറയുന്നത് അതിൽ എത്ര പദങ്ങളുണ്ടോ, എത്ര ടേംസ് ഉണ്ടോ അത്. അതായത് എത്രാമത്തെ പദമാണ് നമുക്ക് കാണേണ്ടത്, ആ നമ്പർ ഇവിടെ കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടി ഇതിൻ്റെ ഒപ്പം പറയുകയാണ്, അൽജിബ്രായിക് എക്സ്പ്രഷൻ. Algebraic expression of an AP. Okay, algebraic expression of an AP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എന്ത് തന്നെയാണ്, xn is equal to x plus n minus 1 into d. ഓക്കെ, ഈ x എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, ഒന്നാമത്തെ ഫസ്റ്റ് പദം എന്ന ഒരു അർത്ഥം വെച്ചിട്ട് നമുക്ക് ഒന്നാമത്തെ പദത്തിന് f എന്ന അക്ഷരം കൂടി കൊടുക്കാം. ഓക്കെ, അപ്പൊ f plus n minus 1 into d അങ്ങനെ പറയാം. ഇങ്ങനെയായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്ന് തോന്നുന്നു. ഓക്കെ, xn is equal to f plus n minus 1 into d. ഇതാണ് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം. ബീജഗണിത രൂപം. ഓക്കെ, ഇതാണ് നമ്മുടെ അൽജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് ആൻ AP. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് എന്താ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് എന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെ കണ്ടാലാണ് നിങ്ങൾക്ക് ഇത് നേരാവണ്ണം മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വിക്ടേഴ്സ് ചാനലിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടി പറഞ്ഞേക്കാം. എങ്ങനെയാണെന്നറിയോ, dn plus f minus d. ഇത് തന്നെയാണ് കേട്ടോ സാധനം. നിങ്ങൾ ഒരിക്കലും കണ്ടിട്ട് പേടിക്കണ്ട, ഞാൻ പറയാം ഇതെങ്ങനെയാ വന്നതെന്നുള്ളത്. f പ്ലസ് ഈ n മൈനസ് 1 എന്ന ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, d ഇൻറ്റു n മൈനസ് d ഇൻറ്റു 1, d ഇൻറ്റു n മൈനസ് d ഇൻറ്റു 1 എന്താ, d തന്നെ. അപ്പൊ ഈ പോസിറ്റീവ് ആയ ആള് എന്നിന്റെ അടുത്ത് കിടക്കുന്ന ആളുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് എടുത്തു. ഇനി f മൈനസ് d. ഓക്കെ, അതായത് ഇതിനെ ഇങ്ങോട്ട് ഇട്ടു, ഇതിനെ പകുതി ഇട്ടു. dn നെ
ഫസ്റ്റ് ഇട്ടു, ഈ എഫിനെ അപ്പുറത്തേക്ക് ഇട്ടു, അത്രയും. ഓക്കെ, അങ്ങനെ ഒരു ഇക്വേഷനും കൂടി നിങ്ങളുടെ വിക്ടേഴ്സ് ചാനലിൽ നിങ്ങൾ കേട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഇതൊക്കെ നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതിയെടുക്കുക, കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ ജനറൽ ഫോം ഓഫ് ആൻ എ പി അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുരൂപം എന്ന ടോപ്പിക്കിൽ നിന്നും വരാവുന്ന ചോദ്യത്തിൻ്റെ മോഡൽസ് ആണിത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് പറയാം. നമുക്ക് ഈ ചോദ്യത്തിൻ്റെ മലയാളം ഒന്ന് അറിയണ്ടേ? മലയാളം മീഡിയംകാർ ഇത് കാണുമ്പോൾ മലയാളം ഒന്ന് അറിയണം അല്ലേ? അപ്പോൾ മലയാളത്തിലേക്ക് ഞാനിതൊന്ന് പറയാം. 2, 4, 6, 8 എന്ന സമാന്തര ശ്രേണിയുടെ 10ാം പദം കണ്ടെത്തുക. അത് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ചോദ്യം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. 2, 4, 6, 8 എന്നുള്ളതൊരു അങ്ങനെ തുടരുന്നത് ഒരു സമാന്തര ശ്രേണി, അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ ശ്രേണിയുടെ 10ാമത്തെ ടേം, 10ാം പദം എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, 10ാം പദം എന്താണ്? അപ്പൊ 10ാം പദം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? നമുക്ക് തന്നിരിക്കുന്ന എ പി എന്ന് പറയുന്നത് 2, 4, 6, 8 എക്സെട്ര ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിൽ നമുക്ക് പൊതുവ്യത്യാസം കാര്യങ്ങളൊക്കെ കാണണം അല്ലേ? കാരണം ജനറൽ ഫോം ഓഫ് ആൻ എ പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുരൂപം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ഇതിലെ എഫ് എന്താണ്? എഫ് ആദ്യ പദം 2 ആണ്. പിന്നെ പൊതുവ്യത്യാസമാണ് നമുക്ക് അറിയേണ്ടത്. പൊതുവ്യത്യാസം എത്രയാണ്? 2, 4, 6, 8 എന്നുള്ളത് പൊതുവ്യത്യാസം 2 അല്ലേ? 2 ആണ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് അറിയേണ്ടത് എന്നാണ് അല്ലെ? എന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 10 ആണ്. 10ാമത്തെ പദമാണ് നമ്മൾ കാണേണ്ടത് അല്ലേ? 10ാമത്തെ പദം എത്രയാണെന്നുള്ളതാ ചോദ്യം ആണല്ലോ. അപ്പൊ 10ാമത്തെ പദം എത്രയാണെന്നുള്ളത് നമുക്ക് ഇങ്ങനെ ഒന്നും വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യ പദത്തോട് അല്ലെങ്കിൽ എഫ് കൊടുക്കും അല്ലെ? ആദ്യ പദത്തോട് 10ൽ നിന്ന് 1 കുറയ്ക്കുക, 9 ഡി കൂട്ടിയാൽ മതി ആണല്ലോ. അപ്പൊ ആദ്യത്തെ പദം 2 ആണ് പ്ലസ് 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് 2 ആണ്. 2 പ്ലസ് 9 എത്രയാ? 18 ആണ്. 2ഉം 18ഉം 20. ഓക്കെ, അപ്പൊ 2ഉം 18ഉം 20 നമുക്ക് കിട്ടി. 10ാമത്തെ പദം 20 ആണ്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ സാധനം വിട്ട് എഴുതി നമുക്ക് ഇവിടെ ഇതാട്ടോ. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ഇതും എങ്ങനെ ചെയ്യാം? എ പി എന്ന് പറഞ്ഞാൽ 1, 4, 7, 10 എക്സെട്ര ആണ്. ഇതിലെ ഫസ്റ്റ് ടേം ആദ്യ പദം 1 ആണ്. പൊതുവ്യത്യാസം എത്ര? 1, 3, 4, 4, 3, 7, 7, 3, 10. അപ്പൊ കോമൺ ഡിഫറൻസ് 3 അല്ലേ? അപ്പൊ എന്നാ നമുക്ക് എത്രാമത്തെ പദം കാണാൻ പറഞ്ഞത്? 17ാമത്തെ പദം. 17ാമത്തെ പദത്തിന് ആദ്യത്തെ പദം എഫ് അല്ലേ? എനിക്ക് എപ്പോഴും എക്സ് ആണ്. എഫിനോട് അല്ലെ 17 1 കുറയ്ക്കുക, 16 തവണ ഡി കൂട്ടിയാൽ നമുക്ക് 17ാമത്തെ പദം കിട്ടും അല്ലെ? ആദ്യത്തെ പദം 1, കോമൺ ഡിഫറൻസ് 3 അല്ലെ? 16 3 48, 48 1 49. അപ്പൊ 17ാമത്തെ പദം, ഈ ശ്രേണിയിലെ 17ാമത്തെ പദം 49. ഓക്കെ, അപ്പൊ ഞാൻ അതുപോലത്തെ കുറച്ച് ചോദ്യങ്ങൾ തരട്ടെ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ ഇതാ കിടക്കുന്നു. അപ്പൊ ഇതാ തന്നിരിക്കുന്നു നമ്മുടെ 2 ചോദ്യങ്ങൾ.
Find the algebraic expression of the AP 7, 14, 21, etc. 7, 14, 21 തുടരുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടെത്തുക. ഓക്കെ, algebraic expression എങ്ങനെയായിരിക്കും എന്ന് കണ്ടെത്തണം. ഓക്കെ, അപ്പൊ എന്തിനാണ് ഈ algebraic expression കണ്ടെത്തുന്നത്? ആ ചോദ്യം നമ്മൾ അടുത്ത ഇതിൽ വരും. ഓക്കെ, അടുത്ത സ്ക്രീനിൽ വരും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഒരു ശ്രേണിയുടെ, ഒരു സമാന്തര ശ്രേണിയുടെ algebraic expression ബീജഗണിത രൂപം എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത് നമ്മൾ പറയാം. ഒരു സമാന്തര ശ്രേണിയുടെ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ algebraic expression എന്ന് പറയുന്നത് f+n-1 × d കണ്ടെത്താമെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ? അപ്പോൾ xn അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, xn അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യത്തെ പദം 7 ആണെന്ന് അറിയാം അല്ലേ? n ഒക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. കോമൺ ഡിഫറൻസ് എന്താണ്? പൊതുവ്യത്യാസം 7 ആണ് അല്ലേ? ഇൻറ്റു 7 എന്നിരിക്കട്ടെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 7 പ്ലസ് എന്ത് ചെയ്യാം? 7 × n മൈനസ് 7 × 1 ആണല്ലോ. അപ്പോ 7 - 7 എന്തായി? 0 ആയി അല്ലേ? അപ്പൊ ആകെ ഉള്ളത് ഇനി എന്താണുള്ളത്? 7n മാത്രമാണുള്ളത്. അപ്പൊ xn എന്ന് പറയുന്നത് 7n ആണ്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ഉപകാരം എന്താണെന്നുള്ളതാണ് ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് കേട്ടോ. ഇതിന്റെ ബാക്കിയല്ല. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഇത്ര എഴുതേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഇത് എന്തിനാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഇനി ചോദ്യം വരും, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് xn 7n ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ AP നമുക്ക് എഴുതാൻ പറ്റും. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം algebraic expression 7n ആണെങ്കിൽ ആ സമാന്തര ശ്രേണി, ആ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നിങ്ങൾ എഴുതൂ. എങ്ങനെയാണ് ആ ശ്രേണി എന്നുള്ളത് നിങ്ങൾ എഴുതൂ. അങ്ങനെ പറയും. ഓക്കെ, അപ്പൊ ആ എന്നിന് നമ്മൾ 1 കൊടുത്താൽ അല്ലേ? എന്നിന് ഇവിടെ നമ്മൾ 1 കൊടുക്കണം. ഇവിടെ n ഉണ്ട്, അവിടെ 1 കൊടുക്കണം. 7 × 1 7 ആണ് അല്ലേ? ഇനി എന്നിന് 2 കൊടുത്താലോ? 7 × 2 14. എന്നിന് 3 കൊടുത്താലോ? 7 × 3 21. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി നമുക്ക്? ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം അല്ലേ? ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം പറഞ്ഞിട്ട് നമുക്ക് 7, 14, 21 കിട്ടി. കിട്ടിയോ? ഇതിന് വേണ്ടിയിട്ടാണ് ബീജഗണിത രൂപം algebraic expression. ഇനി x 15 ആണെങ്കിലോ 15ാമത്തെ പദം കിട്ടും നമുക്ക് അല്ലേ? എന്നിന് 15 കൊടുത്താൽ പോരെ? 7 × 15 എത്രയാ? 7 × 5 35. 7 × 3 10 ആണല്ലോ. അപ്പൊ ഇതിനാണ് ഇതുപോലത്തെ ചോദ്യം ഞാൻ തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ചെയ്തേ. നമുക്കറിയാം xn എന്ന് പറയുന്നത് f+n-1 × d ആണ്. ഇനി അത് നിങ്ങൾക്ക് പഠിക്കാൻ, ഈ ഇക്വേഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ dn + f - d ചെയ്താൽ മതി. അതിലാവുമ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള പരിപാടിയൊന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അതുപോലെ പഠിക്കാം. dn + f - d ആണ് കുറച്ചും കൂടി എളുപ്പം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാം. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കടന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പൊ ഇതിന് നമുക്ക് f ഉം d ഉം കണ്ടുപിടിക്കണം. f എത്രയാ? 3 ആണ്. d എത്രയാ? 12 3 കുറച്ചാ 9 ആണ് അല്ലേ? അപ്പോ f 3 d 9. d 9 ആണ്. 9 × n പ്ലസ് f എത്രയാ? 3 ആണ് മൈനസ് d എത്രയാ? 9 ആണ്. 9n പ്ലസ്
3 മൈനസ് 9 എത്രയാ? 3 9 കുറച്ചാൽ. വ്യത്യസ്ത ചിഹ്നമെങ്കിൽ വ്യത്യാസം കണ്ടുപിടിച്ച് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് +3, ഇത് -9. വ്യത്യസ്ത ചിഹ്നമെങ്കിൽ വ്യത്യാസം കണ്ടുപിടിക്കണം. 9 3 കുറച്ചാ 9 3 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 6 ആണ് അല്ലേ? അപ്പോ ചിഹ്നം നമുക്ക് ആദ്യം നടത്താം. വ്യത്യസ്ത ചിഹ്നമെങ്കിൽ വ്യത്യാസം കണ്ടുപിടിച്ചു, എന്നിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 12 21 etc. എന്ന APയുടെ അൽജിബ്രായിക് എക്സ്പ്രഷൻ ഇതേ കിടക്കും. ഓക്കെ, ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെരിഫൈ ചെയ്യണോ? ഒന്നാമത്തെ പദത്തിന് n കൊടുക്കുക, n ന് 1 കൊടുക്കൂ. -6 9 - 6 3. ഇനി x2 എന്താണ്? 9 × 2 -6 18 - 6 എത്രയാ? 12. ശരിയാണോ? ശരിയാണ്. x3 n ന് 3 കൊടുക്കുക അല്ലേ? 9 3 27 -6 21. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ്, ഇത്രയാണ് നിങ്ങൾ ഇതിൽ എഴുതേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇതാണ് അൽജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടെത്താനുള്ള മാർഗം. അപ്പോൾ അൽജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടെത്താനുള്ള മാർഗം ഞാൻ ഇനിയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും കേട്ടോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തരും. എന്തേ കിടക്കണു നിങ്ങൾക്ക് ചെയ്യാനുള്ള ചോദ്യങ്ങൾ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഞാൻ ഇതിൻ്റെ മലയാളം അങ്ങനെ പറയാം. അപ്പോൾ നമുക്ക് അത് എഴുതിയെടുക്കാൻ എളുപ്പമായിരിക്കും. 7 13 19 etc. എന്ന സമാന്തര ശ്രേണി തന്നിരിക്കുന്നു. ഓക്കെ, എ ക്വസ്റ്റ്യൻ എന്താണ്? എ ക്വസ്റ്റ്യൻ പൊതുവ്യത്യാസം കണ്ടെത്തുക. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടെത്തുക. മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഇതിന്റെ 30ാം പദം കണ്ടെത്തുക. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. നമുക്ക് ഉത്തരം ആദ്യത്തെ നോക്കാം. ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം എങ്ങനെയാണ്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. x1 x2 x3 എന്ന് പറയുന്ന സമാന്തര ശ്രേണിയിൽ നമ്മൾ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറയ്ക്കും, മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കും അല്ലേ? ഇത് ഈ രണ്ടാമത്തെ പദം മൂന്നാമത്തെ പദമൊക്കെ എന്താണ്? രണ്ടാമത്തെ പദം 13, ഒന്നാമത്തെ പദം 7, മൂന്നാമത്തെ പദം 19, രണ്ടാമത്തെ പദം 13. കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. അപ്പൊ പൊതുവ്യത്യാസം 6. അത് കഴിഞ്ഞു. ഇനി ബി ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? അൽജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മറ്റേ ഇക്വേഷൻ മതിയില്ലേ? dn + f - d അല്ലേ? കോമൺ ഡിഫറൻസ് 6 എന്ന് കിട്ടി നമുക്ക്. 6 × n പ്ലസ് f എന്താണ്? 7. ആദ്യ പദം 7 മൈനസ് പൊതുവ്യത്യാസം 6. അപ്പൊ 6n പ്ലസ് 7 - 6 1. അത് കിട്ടി നമുക്ക്. ഇനി എന്താണ്? സി ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 30ാമത്തെ പദം കാണണം അല്ലേ? അപ്പൊ നമുക്ക് xn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6n + 1 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? സോറി. അപ്പോ 30ാമത്തെ പദം കാണാൻ നമുക്ക് ഒന്നിലേക്ക് എന്ത് ചെയ്യാം? x30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ പദത്തോട് 29 തവണ d കൂട്ടിയതാണ്. അങ്ങനെ വേണമെങ്കിൽ കണ്ടെത്താം. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെയല്ല കണ്ടെത്തുന്നത്. ഇതിന് 30 കൊടുത്തിട്ടാണ്, n ന് 30 കൊടുക്കുക. അപ്പൊ നമുക്ക് 30ാമത്തെ പദം കിട്ടും. ഓക്കെ,
അതായത് ഞാനിപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ കാരണം ഇങ്ങനൊരു ചോദ്യം ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ചോദ്യത്തിൽ ഇങ്ങനൊരു ചോദ്യം ഓൾറെഡി ചോദിച്ചതിന് ശേഷം നമുക്ക് 30ാമത്തെ പദം കണ്ടെത്താനുള്ള ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം? ഈ അൽജിബ്രായിക് എക്സ്പ്രഷൻ ബീജഗണിത രൂപം ഉപയോഗിച്ച് നമ്മൾ 30ാമത്തെ പദം കാണണം എന്നുള്ളതാണ് അർത്ഥം. അല്ല, ഈ നേരെ മറിച്ച് ആദ്യം 30ാമത്തെ പദം കണ്ടെത്തുക എന്ന് ചോദിച്ചു, പിന്നെ ബീജഗണിത രൂപം കണ്ടെത്തുക എന്ന് ചോദിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ബീജഗണിത രൂപം കണ്ടെത്തിയതിന് ശേഷം ഇത് കണ്ടെത്തിയാൽ മതി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നത്. വെച്ചാൽ ബീജഗണിത രൂപം ഉപയോഗിച്ച് തന്നെ കണ്ടെത്താം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? n-ന് 30 കൊടുത്താൽ മതി അല്ലേ? n-ന് 30 കൊടുക്കാം. 6 × n-ന് പകരം 30 പ്ലസ് 1. 30 × 6 6 3 18 ഒരു 0 കൂടി പ്ലസ് 1 181 ആണ് 30ാമത്തെ പദം. ഓക്കെ, നോട്ട് ബുക്ക് നല്ല വൃത്തിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ടൈമിലേക്ക് ബുക്കിലേക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം ചെയ്യാവുന്നതാമത്തെ പാഠത്തിൽ. ഓക്കെ, അപ്പോൾ എക്സസൈസ് 1, 2 അതെല്ലാം CBSE കേസിലാണെങ്കിൽ 5.1 കേട്ടോ. എക്സസൈസ് 5.1 കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. എല്ലാം സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക. നമ്മുടെ സ്റ്റേറ്റ് സിലബസ് തരാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ആയിക്കോട്ടെ, 1ാമത്തെ എക്സസൈസും 2ാമത്തെ എക്സസൈസും എല്ലാം ഈ ഒരു ക്വസ്റ്റ്യൻസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ഇപ്പോൾ ഇതുവരെയാണ് എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ പാർട്ട് 2 അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതുവരെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും തലയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഞാൻ തരുന്ന ചോദ്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. സോ താങ്ക് യു. നമ്മൾ എത്രയും പെട്ടെന്ന് മറ്റൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഉപകാരപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ആൾ. See you soon.